ഹായ് ഓൾ, RSK എഡ്യൂടെക്കിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും, നമ്മൾ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് റിലേറ്റഡ് ക്ലാസ്സസ് ഇതിൻ്റെ അകത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ കേരള PSC പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടും നമ്മൾ കേരള PSCയുടെ മാത്സ് ക്ലാസ്സസ് ഇന്ന് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ വരാൻ പോകുന്ന പല PSC എക്സാംസിനും മാത്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്. അപ്പോൾ അത് നിങ്ങളെ നല്ലവണ്ണം പറഞ്ഞ് മനസ്സിലാക്കിക്കാനും നിങ്ങളെ കൊണ്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് ചെയ്യിപ്പിക്കാനും വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് മുതൽ ഇതിന്റെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ ആദ്യം കവറപ്പ് ചെയ്യുന്നത് LD ക്ലർക്ക് എന്ന് പറയുന്ന എക്സാം ഇപ്പോൾ പെട്ടെന്ന് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ആ എക്സാമിന് വേണ്ടിയിട്ട് നല്ലോണം മാത്സിന് പൂർണ്ണമായിട്ടും ഫുൾ മാർക്സ് നേടാൻ പറ്റിയ രീതിയിൽ നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും ഓരോ ചാപ്റ്റേഴ്സും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസും അതേപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അതിനു മുമ്പ് ഇപ്പോൾ ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നത് നിങ്ങളുടെ LD ക്ലർക്കിന്റെ സിലബസ് ആണ്. ഒരുപാട് പേർക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഓരോ ചാപ്റ്റേഴ്സ് ഓരോ ദിവസവും പഠിച്ച് ഇത് കംപ്ലീറ്റ് ആക്കി തീർക്കും. ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് ബാങ്ക് എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർക്കും PSC എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർക്കും എല്ലാവർക്കും എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഈ ക്ലാസ് ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ചാപ്റ്റേഴ്സിന്റെ ഡിസ്ക്രിപ്ഷൻ എല്ലാം നമ്മൾ ഓരോ ചാപ്റ്റേഴ്സ് തുടങ്ങുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കും. ഇത് നോർമലി ഇത്രയും സെക്ഷൻ ആണ് നമ്മൾ ഈ ഒരു പ്ലേലിസ്റ്റിൽ ഉടനീളം നമ്മൾ വെക്കാൻ പോകുന്നത്. ഈ റീസണിങ്ങും മാനസിക ശേഷിയും ഈ നിരീക്ഷ പാഠവ പരിശോധനയും അതേപോലെ തന്നെ നമ്മുടെ ഗണിതവും ലഘുഗണിതവും മാനസിക ശേഷിയും. അപ്പോൾ അതായിരിക്കും നമ്മൾ പൂർണ്ണമായിട്ടും ഈ പ്ലേലിസ്റ്റിൽ ഫുള്ള് കവർ ചെയ്യാൻ പോകും. അത് കവർ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കണക്കുകളിൽ കുറച്ച് ബേസിക്കലായിട്ടുള്ള കുറച്ച് ട്രിക്സും കാൽക്കുലേഷൻ ഒക്കെ ചെയ്യാൻ കുറച്ചും കൂടെ സ്പീഡ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ബേസിക് ട്രിക്സ് ഒക്കെ നമുക്ക് പഠിക്കാം. ഇപ്പൊ എക്സാമ്പിൾ ആദ്യത്തെ ഞാൻ കുറച്ചായിട്ടേ പറയത്തുള്ളൂ, കാരണം എല്ലാം കൂടെ ഒരിടത്ത് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് കൺഫ്യൂസ് ആവുകയും നിങ്ങൾക്ക് അത് ഭയങ്കര പ്രശ്നമാവുകയും ചെയ്യും. അപ്പം വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഓരോ ക്ലാസ്സിലും ഒരു ചെറിയ കുറച്ച് ട്രിക്സ് ഇങ്ങനെ പറഞ്ഞ് നമുക്ക് ആദ്യം ട്രിക്സ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് പഠിച്ചു തുടങ്ങാം. ആദ്യത്തെ ട്രിക്കാണ് ഒരു നമ്പർ ഏതെങ്കിലും ഒരു സംഖ്യ നിങ്ങൾക്ക് 15 മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ എന്താണ് അതിൻ്റെ അകത്തുള്ള ഒരു എളുപ്പ വഴി എന്താണ്? ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറയുവാണ്. ഞാൻ ആദ്യം ഈവൻ നമ്പേഴ്സ്, നമുക്ക് രണ്ട് തരത്തിലുള്ള നമ്പേഴ്സ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഈവൻ നമ്പേഴ്സും ഉണ്ട്, അതേപോലെ തന്നെ ഓഡ് നമ്പേഴ്സും ഉണ്ട് അല്ലെ. രണ്ട് തരത്തിലുള്ള നമ്പറുകൾ, ഒറ്റക്ക സംഖ്യയുണ്ട്, ഇരട്ടക്ക സംഖ്യകളും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതില് ആദ്യം ഈവൻ നമ്പേഴ്സിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഇപ്പോ ഞാൻ ഇവിടെ 6 × 15, അപ്പൊ 15 കൊണ്ട് ഒരു നമ്പറിനെ ഗുണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ, ഏതിനെ കൊണ്ടാണോ ഗുണിക്കുന്നത് അതിന്റെ പകുതി എടുക്കുക. 6ന്റെ പകുതി എത്രയാണ്? 3. എന്നിട്ട് ഇത് രണ്ടും കൂടെ കൂട്ടുക. 6 3 കൂടെ കൂട്ടുക 9. അറ്റത്ത് എന്ത് കൊടുക്കുക? ഒരു 0 കൊടുക്കുക. ആൻസർ കിട്ടി. 6 × 15 സത്യം പറഞ്ഞാൽ എത്രയാണ്? 90. വേറൊരു എക്സാമ്പിൾ എടുക്കാം. അടുത്തൊരു എക്സാമ്പിൾ ഞാൻ എടുക്കുന്നു. 8 × 15. ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് 8ന്റെ പകുതി എത്രയാണ്? 4. 8ന്റെ കൂടെ 4 കൂട്ടുമ്പോൾ എത്രയാണ്? 12. അറ്റത്തൊരു 0 കൂടെ കൊടുക്കുക. 120. ആൻസർ കിട്ടി കഴിഞ്ഞു. അടുത്തത് 12 × 15. പെട്ടെന്ന് പറയണം, പകുതി എടുക്കുക. 6 കൂട്ടുക 18. അറ്റത്തൊരു 0 കൊടുക്കുക. 180. ആൻസർ കിട്ടി കഴിഞ്ഞു. കണ്ടോ, 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന്റെ ട്രിക്ക് കണ്ടോ? അപ്പൊ നിങ്ങൾ ഏതെങ്കിലും കാൽക്കുലേഷൻസ് ഒക്കെ ഇങ്ങനെ ഗുണിക്കാനോ വലിയ നമ്പറൊക്കെ ഗുണിക്കാനോ വരുവാണെങ്കിൽ 15 വരുവാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് 15ന് മാത്രമേ ചെയ്യാവേ, വേറെ എല്ലാത്തിനും കിടന്ന് ചെയ്യരുത്. 15ന്റെ മാത്രമാണ് ഇത് ട്രിക്ക്. 15ന്റെ കൂടെ ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താലും, ഇപ്പൊ എക്സാമ്പിൾ ഞാൻ വലിയൊരു നമ്പർ എടുക്കാം. 38 × 15. കണ്ടോ, കുറച്ച് പാടാണ്. അപ്പൊ 38ന്റെ പകുതി എത്രയാണ്? 19. കൂട്ടുക, 38ഉം 19ഉം കൂടെ കൂട്ടുക. 17 57. അറ്റത്തൊരു 0 കൊടുക്കുക അല്ലെ, 570 കിട്ടിയ കണ്ടോ. അപ്പൊ ഏത് നമ്പറിനെ 15 കൊണ്ട് ഗുണിച്ചാലും അതിന്റെ പകുതി എടുത്ത് കൂട്ടിയിട്ട് അറ്റത്തൊരു എന്ത് കൊടുക്കുക? 0 കൊടുക്കുക. അത്രേ ഉള്ളൂ. ഇനി ഒരു ഓഡ് നമ്പർ, കാരണം ഇതെല്ലാം നമ്മൾ എന്താ പറഞ്ഞ ഈവൻ നമ്പേഴ്സാ പറഞ്ഞത്. ഇനി നമ്മൾ ഒരു ഓഡ് നമ്പർ എടുക്കുക. 5 × 15. ഒന്നുമില്ല, പകുതി എടുക്കുക. പകുതി എടുക്കാൻ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ആർക്കെങ്കിലും, കുറെ കുട്ടികൾക്ക് അങ്ങനെയൊക്കെ ഉണ്ട്, പകുതി എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല. ആ നമ്പർ ഏത് നമ്പറാണോ അതിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക.
1 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 4 കിട്ടും. 1. 4ന്റെ പകുതി പറ? 2. 1ന്റെ പകുതി പറ? അര. അപ്പൊ 2ഉം അരയും കൂടെ ചേരുമ്പോ എത്രയായി? 2.5 അല്ലേ? അപ്പൊ 5ന്റെ പകുതി എത്ര? 2.5. അപ്പൊ മൊത്തം എത്ര കിട്ടി? 7.5. ഇനി ആ പോയിന്റ് നിങ്ങൾ കണക്കാക്കണ്ട. ആ പോയിന്റ് നിങ്ങൾ കള. ആൻസർ നിങ്ങളുടെ എത്ര ആയിരിക്കും? 75 ആയിരിക്കും ആൻസർ. പോയിന്റ് നിങ്ങൾ കണക്ക് കൂട്ടണ്ട. ആൻസർ എത്ര ആയിരിക്കും? 75. ഞാൻ വേറൊരു എക്സാമ്പിൾ 7 × 15. ചിലവർക്ക് പെട്ടെന്ന് 7ന്റെ പകുതി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഭയങ്കര പാട് വേണ്ട, ഒന്നുമില്ല. അതാണ്ട് ഇവിടെ ശ്രദ്ധിച്ച് 7 മനസ്സിൽ ചിന്തിച്ചോ. മനസ്സിൽ ചിന്തിക്കണം. ഞാൻ എഴുതുന്നെങ്കിലും നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുമായിരുന്നു. 7 1 കുറച്ച് 6 1 6 1 കൂടെ ചേരുമ്പല്ലേ 7 ആവുന്നത്. 6ന്റെ പകുതി പറ? 3. 1ന്റെ പകുതി പറ? അര. 2 കൂടെ ചേർക്ക് 3.5. അപ്പൊ 7ന്റെ കൂടെ 3.5 കൂട്ട്. 7ന്റെ കൂടെ 3.5 കൂട്ടുമ്പോ എത്ര കിട്ടും? 10.5. ഇനി ആ പോയിന്റ് നിങ്ങൾ കൺസിഡർ ചെയ്യണ്ട. ആൻസർ നിങ്ങളുടെ കിട്ടിക്കഴിഞ്ഞു 105. സംശയമുണ്ടോ? സംശയമില്ല, ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അടുത്തത് നോക്കിയേ. നമുക്കൊരു വലിയ നമ്പർ എടുത്ത് നോക്കാം. 17 × 15. ഒന്നും പേടിക്കാനില്ല. 17 1 കുറയ്ക്കൂ 16, പിന്നെ 1 16 1 കൂടെ ചേരുമ്പോ 17. അപ്പൊ 16ന്റെ പകുതി എത്ര? 8. 1ന്റെ പകുതി എത്ര? അര. അപ്പൊ മൊത്തം എത്ര? 8.5. അത്രേ ഉള്ളൂ. 17ന്റെ കൂടെ എത്ര കൂട്ടണം? 8.5 കൂട്ടണം. അപ്പൊ 17ന്റെ കൂടെ 8.5 കൂട്ട്. 17ന്റെ കൂടെ ആദ്യം 3 കൂട്ട് നിങ്ങൾ. കാരണം 8.5 കൂട്ടണ്ട. ആ പോയിന്റ് 5 അവിടെ നിൽക്കട്ടെ. 8 കൂട്ട് ആദ്യം. 8 കൂട്ടാൻ ആദ്യം 3 കൂട്ട്. 3 കൂട്ടുമ്പോ 20 ആവും. പിന്നെ ഒരു 5 കൂട്ട്. അപ്പൊ 25 ആവും. അപ്പൊ 25.5 ആവും. നിങ്ങൾ ആ പോയിന്റ് നോക്കേ വേണ്ട. അപ്പൊ 255 നിങ്ങൾ എന്ത് കിട്ടി? ആൻസർ കിട്ടി. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ വിത്ത് 15ന്റെ ട്രിക്ക് നിങ്ങൾക്ക് മനസ്സിലായി. ഈവൻ നമ്പേഴ്സിന്റെ ട്രിക്ക് നിങ്ങൾക്ക് മനസ്സിലായോ? ഓഡ് നമ്പേഴ്സിന്റെ ട്രിക്ക് നിങ്ങൾക്ക് മനസ്സിലായോ? വളരെ സിമ്പിൾ ആണ്. പകുതി ഒന്നും എടുക്കാൻ നിങ്ങൾ ടെൻഷൻ അടിക്കേ വേണ്ട. ചിന്തിച്ചാൽ മതി. പതുക്കെ സമാധാനമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാം കിട്ടാവുന്ന കേസേ ഉള്ളൂ. അടുത്തൊരു ക്വസ്റ്റ്യൻ, നമുക്ക് കുറച്ചും കൂടെ വലിയ നമ്പർ എടുക്കാം. 37 × 15. പിന്നെയും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. 37 കുറയ്ക്കൊന്ന് 36 1. 36ന്റെ പകുതി 1 18 അല്ലേ? 18 അല്ലേ? 18. 1ന്റെ പകുതി അര. അപ്പൊ 18 അരയും കൂടെ ചേരുമ്പോ 18.5. അപ്പൊ 37ഉം 18.5 കൂടെ കൂട്ടും. 0.5 അവിടെ തന്നെ വരട്ട്. 7 15 55.5. പോയിന്റ് എങ്കളാ? 555 ആണോ? ഇതാണ് ഒരു 15 കൊണ്ട് ഒരു നമ്പർ 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഷോർട്ട്. ഇത്രയും വലിയ നമ്പേഴ്സ് ഒന്നും പി എസ് സിക്ക് വരത്തില്ല. പി എസ് സിക്ക് ചെറിയ നമ്പേഴ്സ് വരത്തില്ല. അപ്പൊ പി എസ് സിക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങളുടെ സമയം ഒരുപാട് ലാഭിക്കണം. അപ്പൊ അതിന് നല്ലൊരു വഴിയാണ് ഇതേപോലുള്ള ട്രിക്കുകൾ നിങ്ങൾ പഠിച്ചു വെച്ചേക്കും. ഇതിപ്പോ 15ന്റെ കൂടെ ഗുണിക്കുന്നതാണ് നമ്മൾ കാണിച്ചത്. ഇനി നമുക്ക് അടുത്തൊരു ട്രിക്കിലേക്ക് പോവാം. അടുത്ത ഒരു ട്രിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വർഗം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സ്ക്വയർ, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട്, വർഗം കാണാൻ പഠിച്ചിട്ടുണ്ട് അല്ലെ? ആദ്യം അതിനു മുമ്പ് പറയാം, എക്സ് സ്ക്വയർ അല്ലെങ്കിൽ എക്സിന്റെ വർഗം കാണും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? എക്സ് ഇൻറ്റു എക്സ് എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പൊ 2ന്റെ സ്ക്വയർ എത്ര ആയിരിക്കും? 2 × 2 ആയിരിക്കും എന്തെന്ന് പറയുന്നത്? 2ന്റെ സ്ക്വയർ. അപ്പൊ ആൻസർ എത്ര കിട്ടും? 4. 3ന്റെ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥമാക്കുന്നത് എന്താ? 3 × 3. 3നെ 2 പ്രാവശ്യം ഗുണിക്കുക 9 എന്നാണ് അർത്ഥമാക്കുന്നത്. ആണോ അല്ലയോ? ഇതിൽ വർഗം കാണുന്നതിൽ ഒരു ഈസി ഒരു സാധനം, എക്സാമ്പിൾ, നമുക്ക് 15 തൊട്ട് കൊടുക്കാം. 15 25 35 45 55 65 75 85 95 ഇവിടെ പറയും. ഇതിന്റെയൊക്കെ വർഗം കാണുക എന്നതാണ് നമ്മുടെ ടാസ്ക്. എളുപ്പത്തിൽ എങ്ങനെ കാണാം? ഇത് വളരെയധികം കഴിക്കുന്നതാണ്. വർഗമൂല്യം കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് പി എസ് സിക്ക്. അപ്പൊ വർഗമൂല്യം കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇത് വളരെയധികം നിങ്ങളെ സഹായിക്കും വർഗമൂല്യം കണ്ടുപിടിക്കാൻ. അതുകൊണ്ട് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. ആദ്യം 15ന് നോക്കാം. നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അറ്റത്ത് കിടക്കുന്ന നമ്പർ ഏതാ? 5. 5ന്റെ സ്ക്വയർ എത്ര? 5ന്റെ സ്ക്വയർ ആർക്കും പറയേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ 5ന്റെ വർഗം ആരുടെ അടുത്ത് പറയേണ്ട ആവശ്യമില്ല, 25 ആണ്. അടുത്തത് ശ്രദ്ധിച്ചു നോക്കി. ഇതിന്റെ അടുത്ത് കിടക്കുന്ന നമ്പർ ഏതാ? 1. 1ന്റെ തൊട്ടടുത്ത് കിടക്കുന്ന നമ്പർ ഏതാ? 2. 1ന്റെ തൊട്ടടുത്ത്. അപ്പൊ 1 × 2 മൾട്ടിപ്ലൈ ചെയ്തേ. അപ്പൊ എത്ര കിട്ടും ആൻസർ? 225. അടുത്തത് ഞാൻ പറയാം. 25. 5ന്റെ സ്ക്വയർ പറഞ്ഞേ 25. അടുത്ത് കിടക്കുന്ന നമ്പർ ഏതാ? 2. തൊട്ടടുത്ത് കിടക്കുന്ന നമ്പർ പറഞ്ഞേ 3. 2 × 3 എത്ര കിട്ടും? 6. 625. ആൻസർ കിട്ടിയോ? പെട്ടെന്ന് കിട്ടുന്നുണ്ടോ? അടുത്ത് നോക്കൂ. 35. 5ന്റെ സ്ക്വയർ എത്ര? 25. 5 എന്ന് പറഞ്ഞാൽ അറ്റത്ത് കിടക്കുന്ന നമ്പർ. ഈ നമ്പർ ഏതാ? 3. 3ന്റെ തൊട്ടടുത്തുള്ള നമ്പർ ഏതാ? 4. പറ. 3 × 4 എത്ര കിട്ടി? 12. ഇത് നിങ്ങൾ നല്ലവണ്ണം ചിന്തിച്ചു നോക്കി. നിങ്ങളുടെ മനസ്സിൽ നിന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടാം.
ഇത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒന്ന് എഴുതി കാണിക്കുന്നേ ഉള്ളൂ. ഞാൻ കുറച്ച് സ്ലോ ആയിട്ട് പറയുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കും, വളരെ പെട്ടെന്ന് ഇത് കിട്ടും. ഈ 5 ഒന്ന് നോക്കി, ഏതാണ്ട് 5. 5ന്റെ സ്ക്വയർ എത്ര? 25. അടുത്ത് കിടക്കുന്ന നമ്പർ എത്ര? 4. 4ന്റെ തൊട്ടടുത്ത നമ്പർ എന്താ? 5. 5 4 എത്ര കിട്ടും? 20. 5 4 20. അടുത്ത നിങ്ങൾ പെട്ടെന്ന് ഒന്ന് പറഞ്ഞേ, 5ന്റെ സ്ക്വയർ 25. 5ന്റെ തൊട്ടടുത്ത നമ്പർ എത്ര? 6. അപ്പൊ 5 × 6 എത്ര കിട്ടി? 30. അടുത്ത പറ, 5ന്റെ സ്ക്വയർ എത്ര? 25. 6. 6ന്റെ തൊട്ടടുത്ത നമ്പർ എത്ര? 7. 7 6 6 എത്ര കിട്ടും? 42. ആണോ? അടുത്ത പറ, 5. 5ന്റെ സ്ക്വയർ എത്ര? 25. 7. അടുത്ത നമ്പർ എത്ര? 8. 56. 5. 5ന്റെ സ്ക്വയർ 25. 8. അടുത്ത ഏതാ? 9. 72. അടുത്ത ഏതാ? 5ന്റെ സ്ക്വയർ 25. 9. അടുത്ത ഏതാ? 10. 90. മനസ്സിലായോ നിങ്ങൾക്ക് ട്രിക്ക്? 2 ട്രിക്കുകൾ നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഈ നമ്പേഴ്സിന്റെ വർഗം കാണാനുള്ള നിങ്ങൾക്ക് കിട്ടിയോ? ഇനി മൂന്നാമത് ഒരെണ്ണം കൂടെ നമുക്ക് പഠിക്കാം. മൂന്നാമത് ഇത് പഠിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? 1 മുതൽ 20 അല്ല 35 വരെയുള്ള വർഗം പഠിച്ചു വെച്ചിരിക്കണം. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിങ് എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണ് അത് കൂടുതലും ചെയ്യേണ്ടത്. PSC പഠിക്കുന്നവർ അത്ര 1 മുതൽ 35 വരെ പഠിക്കണമെന്നൊന്നും നിർബന്ധമില്ല. പക്ഷെ എന്നാലും കോമ്പറ്റേറ്റീവ് എക്സാംസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇനി വേറെ അതിൽ കൂടുതൽ വലുതൊക്കെ ചോദിച്ചാലോ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നല്ലോണം വർഗം ചെയ്യാം, പഠിച്ചിരിക്കാം. അപ്പൊ ഞാൻ ഇതിൻ്റെ അകത്ത് നിങ്ങളെ ഇപ്പൊ പഠിപ്പിക്കാൻ പോകുന്നത് ആക്ച്വലി 35 മുതൽ 50 വരെ. 35ന്റെ ഇപ്പൊ പറഞ്ഞു, സിമ്പിൾ ആയിട്ട് പറഞ്ഞു. പെട്ടെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ പെട്ടെന്ന് നിങ്ങൾ പറഞ്ഞു 35ന്റെ വർഗം ഇനി ആരെങ്കിലും ചോദിച്ചാൽ പെട്ടെന്ന് പറയണം 12 25. ഓക്കെ, ഇതിന്റെ ഇടയ്ക്കുള്ളത് എങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കും എന്നുള്ളതാണ്. ശ്രദ്ധിച്ചു നോക്കി. നമുക്ക് 50ന്റെ വർഗം അറിയാം. 50 × 50 എത്ര ആയിരിക്കും? 50 × 50 2500. എല്ലാവർക്കും അറിയാവേ. ഈ 2500ന്റെ 25 നിങ്ങൾ ചിന്തിച്ചു വെച്ചേക്കുക. ഓക്കെ, ശ്രദ്ധിച്ചു നോക്കിക്കോണം. ഞാൻ ഒരെണ്ണം വളരെ സ്ലോ ആയിട്ട് പറയാം. 49ന്റെ വർഗം കണ്ടുപിടിക്കും. 50ന് എത്ര കുറവാണ്? 49. 1 കുറവാണ്. 50ന് 1 കുറയ്ക്കുമ്പോഴാണ് 49. ഈ 1ന്റെ സ്ക്വയർ എടുക്കണം. ഈ 1ന്റെ സ്ക്വയർ എത്ര? 1ന്റെ സ്ക്വയർ 1 തന്നെ അല്ലേ? 1ന്റെ സ്ക്വയർ 1 തന്നെ. പക്ഷേ എനിക്കിവിടെ എഴുതുമ്പോൾ ഒരു ഡിജിറ്റ് അല്ലേ സ്ക്വയറിന്റെ ആൻസർ വരുന്നത്? ഒരു ഡിജിറ്റ് ആയതുകൊണ്ട് ഇതിനെ 2 ഡിജിറ്റ് ആയിട്ട് എഴുതണം. 2 ഡിജിറ്റ് ആയിട്ട് ഞാൻ എങ്ങനെ എഴുതും? 1നെ 2 ഡിജിറ്റ് ആയിട്ട് എങ്ങനെ എഴുതും? 0 1 എന്ന് എഴുതും. കാരണം നമ്പറിന് മുമ്പേ 0 എഴുതിയെന്ന് പറഞ്ഞ ഒരു വിലയില്ലല്ലോ. അതുകൊണ്ട് 1നെ ഞാൻ 2 ഡിജിറ്റ് ആയിട്ട് എങ്ങനെ എഴുതും? 0 1 എന്ന് എഴുതും. അപ്പൊ ആ 1ന്റെ സ്ക്വയർ ഞാൻ എന്ത് എഴുതി? 0 1 എന്ന് എഴുതി. സംശയം ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തത് ഈ 25 കണ്ടോ നിങ്ങൾ? കാരണം 50ന്റെ സ്ക്വയർ കണ്ടപ്പോ എത്ര? 25. ഈ 25ന് എത്ര കുറയ്ക്കണം? ഈ 1 കുറയ്ക്കണം. ആൻസർ എത്ര കിട്ടും? 24 01 ആൻസർ കിട്ടും. 49ന്റെ സ്ക്വയർ. അടുത്തൊരെണ്ണം കൂടെ വളരെ സ്ലോ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചു നോക്കിക്കോ. 48ന്റെ സ്ക്വയർ ചിന്തിച്ചു നോക്ക്. 50ന് എത്ര കുറവുണ്ട്? 48. എത്ര കുറവുണ്ട്? 48. നിങ്ങളൊന്ന് ചിന്തിച്ചു പറ. 2 കുറവുണ്ട് അല്ലേ? 2ന്റെ സ്ക്വയർ പറ. 4 2ന്റെ സ്ക്വയർ. പക്ഷേ എനിക്ക് 2 ഡിജിറ്റ് ആയിട്ട് എഴുതാം. ഞാൻ 2 ഡിജിറ്റ് ആയിട്ട് എങ്ങനെ എഴുതും? 0 4 പറ. അടുത്ത 25. 25ന് എത്ര കുറയ്ക്കണം? 25ന് 2 കുറയ്ക്കണം. 25ന് 2 കുറയ്ക്കുമ്പോ എത്ര കിട്ടി? 25ന് 2 കുറയ്ക്കുമ്പോ 23. മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത 47. ചിന്തിച്ചോ, തന്നെത്താനെ ചെയ്തോ, പോസ് ചെയ്തിട്ട് തന്നെത്താനെ ചെയ്തു. 3ന്റെ സ്ക്വയർ 9 0 9 അല്ലെ? 25ന് 3 കുറ. 25ന് 3 കുറയ്ക്കുമ്പോ 22. 46 പറഞ്ഞു. 4ന്റെ സ്ക്വയർ 16. 25ന് 4 കുറ. 21. അടുത്ത 45. 45 നമ്മൾ പിന്നെ അറിയാം. 5ന്റെ സ്ക്വയർ 25. 4 × 5 20 20 25. നമുക്ക് ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല, നമ്മൾ നേരത്തെ ഒരു ടെക്നിക്ക് പഠിച്ചു. അടുത്തത് 44. 44ന്റെ സ്ക്വയർ എത്ര കുറവ്? 6 കുറവ്. 6ന്റെ സ്ക്വയർ 36. 25ന് 6 കുറയുമ്പോ 19 അല്ലേ? അടുത്തത് 43ന്റെ സ്ക്വയർ 7. 7ന്റെ സ്ക്വയർ എത്ര? 49. 25ന് 7 കുറ. ആദ്യം 5 കുറ 20. 2 കുറ 18. 49. 42ന്റെ സ്ക്വയർ 8 കുറ. 8ന്റെ സ്ക്വയർ എത്ര? 64. 25ന് 8 കുറ. ആദ്യം 5 കുറ പിന്നെ 3 കുറ. ഇപ്പൊ 17 64. 41ന്റെ സ്ക്വയർ പറ. 9 കുറ. 9 കുറവ്. 50ന് 9 കുറവ്. 9ന്റെ സ്ക്വയർ എത്ര? 81. അപ്പൊ 25ന് 9 കുറ. 5 4 16. 40ന്റെ സ്ക്വയർ അത് പിന്നെ ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. 4ന്റെ സ്ക്വയർ 16. 2 0 അറ്റത്ത് കൊടുക്കുക. അടുത്തത്
39. ശ്രദ്ധിച്ചോ, വെരി ഇമ്പോർട്ടന്റ്. 39ന്റെ സ്ക്വയർ എങ്ങനെ ചെയ്യും? 39 എത്ര കുറവ്? 50 എത്ര കുറവ്? 11 കുറവ്. 11ന്റെ സ്ക്വയർ എത്ര? 121. ശ്രദ്ധിച്ചോണേ, 11ന്റെ സ്ക്വയർ എത്ര? 11ന്റെ സ്ക്വയർ എത്ര? 121. അപ്പൊ അറ്റത്ത് കിടക്കുന്ന രണ്ടെണ്ണം ഏതാ? 2 ഡിജിറ്റ് എഴുതാൻ പാടുള്ളൂ. അപ്പൊ അറ്റത്ത് കിടക്കുന്ന ഏതാ? 21. സോ 21 എഴുതി. അപ്പൊ 21 എഴുതിയപ്പോ 1 ബാക്കിയുണ്ടേ. അപ്പൊ 1 നിങ്ങളുടെ മനസ്സിൽ വെച്ചേക്കണേ, 1 ബാക്കിയുണ്ടേ. ഇനി എത്ര കുറയ്ക്കും 25? 25. നിങ്ങൾ 11 പറ. ആദ്യം 25 10 പറ. 11 കുറയ്ക്കാൻ പറഞ്ഞാൽ ആദ്യം 10 കുറയ്ക്കാൻ എളുപ്പമല്ലേ? അപ്പൊ 10 പറ. 15. പിന്നെ 1 പറ. 14. പക്ഷെ ഇവിടെ ശിഷ്ടം ഒരെണ്ണം ഉണ്ടായിരുന്നല്ലോ, 1 ഉണ്ടായിരുന്നല്ലോ. ആ 14 1 കൂട്ട്. അപ്പൊ എത്ര കിട്ടും? 15 21 കിട്ടും. ഒന്നുകൂടെ ഞാൻ പറയാം, ശ്രദ്ധിച്ചു നോക്ക്. 39. 50 എത്ര കുറവുണ്ട്? 39. 11 കുറവ്. 11ന്റെ സ്ക്വയർ എത്ര? 121. 121ന്റെ ലാസ്റ്റിന്റെ 2 ഡിജിറ്റ് എത്ര? 21. ആ 21 എഴുതി. 1 അതേപോലെ ബാക്കി നിൽക്കുവാണേ. 1 ഓർത്ത് വെച്ചോണേ. 1 അതേപോലെ തന്നെ എന്ത് ചെയ്ത് നിൽക്കുക? ബാക്കി നിൽക്കുക. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? 25 11 കുറയ്ക്കണം. ആദ്യം 25 10 കുറ. 25 11 കുറയ്ക്കുമ്പോൾ ഞാൻ സൈഡ് എഴുതി കാണിക്കാൻ വേണമെങ്കിൽ 25 11 കുറ. ഞാൻ മനസ്സിൽ ചെയ്യുന്നുള്ളൂ. 25 10 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 15 കിട്ടും. പിന്നെ 1 കുറയ്ക്കുമ്പോൾ 14 കിട്ടും. അപ്പൊ 14 കിട്ടി. പക്ഷെ ഈ ഒരു 1 ബാക്കി ഉണ്ടായിരുന്നേ. അപ്പൊ 14 1 കൂടെ കൂട്ടും. അപ്പൊ 15 29. അടുത്ത പറ നിങ്ങൾ 38ന്റെ സ്ക്വയർ. 38ന്റെ സ്ക്വയർ 38 എന്ന് പറയുമ്പോൾ 12. 12 എന്ന് പറയുമ്പോഴത്തേക്ക് 12ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 144 ആണ്. അപ്പൊ 144 എന്ന് പറഞ്ഞാൽ അറ്റത്ത് എത്ര? 4 4. അപ്പൊ 1 പിന്നെയും ബാക്കി കിടക്കുന്നേ. അപ്പൊ പറ 25 ഇനി എത്ര കുറയ്ക്കണം? 12 കുറയ്ക്കണം. ആ 25 10 പറ. 15. 15 2 പറ. 13. 13 1 കൂട്ട്. 14. 14 44. 37ന്റെ സ്ക്വയർ 13. 13ന്റെ സ്ക്വയർ എത്ര? 169. അപ്പൊ അറ്റത്ത് കിടക്കുന്ന 2 ഡിജിറ്റ് ഏതാ? 69. 1 അതേപോലെ തന്നെ, പിന്നെ 1 അതേപോലെ തന്നെ കിടപ്പുണ്ട്. പറ 25 എത്ര കുറയ്ക്കും? 13 കുറയ്ക്കും. ആദ്യം 10 കുറ. അപ്പൊ 15. 15 പിന്നെ 3 കുറ. അപ്പൊ എത്ര? 12. 12 1 കൂട്ട്. 13. 13 69. 36 സ്ക്വയർ. 36 സ്ക്വയറിന് 14 സ്ക്വയർ. 14 സ്ക്വയർ 14. 14ന്റെ സ്ക്വയർ എത്ര? 196. അതാണ് ഞാൻ പറഞ്ഞത്, 1 മുതൽ 35 വരെ സ്ക്വയർ നിങ്ങൾ കാണാൻ പഠിക്കണം ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, 1 മുതൽ 35 വരെ ഉള്ളു. അപ്പൊ 14 സ്ക്വയർ 196. അപ്പൊ അറ്റത്ത് കിടക്കുന്ന 96. 1 എന്ത് വന്നു? 1 പിന്നെ ബാലൻസ് വന്നു. അപ്പൊ 25 എത്ര കുറയ്ക്കണം? 14 കുറയ്ക്കണം. കുറയ്ക്ക്. 25 10 കുറയ്ക്കുക ആദ്യം. 15. 15 പിന്നെ 4 കുറയ്ക്ക്. 11. 11 1 കൂട്ട്. അപ്പൊ 12. 12 96. 35ന്റെ സ്ക്വയർ പിന്നെ പറയേണ്ട ആവശ്യമില്ല. 1225. ഇത്രയും 50 മുതൽ 35 വരെ ഉള്ളത് ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്ത് കൂട്ടാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിപരമായിട്ട് ഒന്ന് ചിന്തിച്ചിട്ട് ഒന്ന് ചെയ്യണം. 51ന്റെ സ്ക്വയർ എന്ത് കിട്ടും? ചിന്തിച്ച് ചെയ്യണം. നിങ്ങളിത് പോസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു പോകും. ഇതേപോലെ തന്നെ എന്ത് ചെയ്യണം? ഇത് 50ന്റെ സ്ക്വയർ എത്ര കിട്ടി? 2500. അപ്പൊ 50ന്റെ താപ്പോട്ടുള്ള എല്ലാം 25ന്റെ താപ്പോട്ടായിരുന്നു. അതാ ഞാൻ എല്ലാം മൈനസ് ചെയ്ത് പോയത്. ഇനി 51 എന്ന് പറയുമ്പോൾ 50 കൂടുതലല്ലേ വരുന്നത്. അപ്പൊ 25ന്റെ എങ്ങോട്ട് പോകും? മുകളിലോട്ട് പോകും. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചേ, 50ന് എത്ര കൂടുതലുണ്ട്? 1 കൂടുതലുണ്ട്. അപ്പൊ 1ന്റെ സ്ക്വയർ എത്ര? 0 അല്ലെ? 1ന്റെ സ്ക്വയർ എത്ര? 0 ആര്? 25 അല്ലേ? 25ന്റെ കൂടെ എത്ര കൂട്ടും? 1 കൂട്ടും. 25ന്റെ കൂടെ 1 കൂട്ടുമ്പോ എന്ത് കിട്ടും? ആൻസർ 26 കിട്ടും. സംശയം ഉണ്ടോ ആർക്കെങ്കിലും? 50ന്റെ സ്ക്വയർ എത്ര അടേ? 25 അല്ലേ? അപ്പൊ 25ആണ് ബേസ് ആയിട്ട് നോക്കുന്നത്. അപ്പൊ 50ന്ന് 51 എത്ര കുറവുണ്ട്? എത്ര കൂടുതലുണ്ട്? 1 കൂടുതലുണ്ട്. ആ 1ന്റെ സ്ക്വയർ എത്ര? 0 ആ 25ന്റെ കൂടെ എത്രയും കൂടെ കൂട്ട്, ഈ 1 കൂടെ കൂട്ട്. അപ്പൊ ആൻസർ എത്ര കിട്ടി? 26 0. നോക്കൊന്ന് ചിന്തിച്ച്. 52ന്റെ സ്ക്വയർ ഒന്ന് ചിന്തിച്ച്. 52ന്റെ സ്ക്വയർ എത്ര കൂടുതലുണ്ട്? 2 കൂടും. 2ന്റെ സ്ക്വയർ എത്ര? 4 04. പറ 25ന്റെ കൂടെ എത്ര കൂട്ടും? 2 കൂട്ടും. 25ന്റെ കൂടെ 2 കൂട്ടുമ്പോ എത്ര കിട്ടും? 27 04. കിട്ടുവോ ഇല്ലയോ? നിങ്ങൾ ഇത് ചെയ്തു നോക്കുക. എത്ര വരെ ചെയ്തു നോക്കുക? 65 വരെ വർഗം ചെയ്തു നോക്കുക. ഓക്കെ, 3 ട്രിക്കുകൾ ഞാൻ പറഞ്ഞു. ഇതേപോലെ ഓരോ ക്ലാസ്സിലും ഓരോ ട്രിക്കുകളും പറഞ്ഞ് നമ്മൾ ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് വിശദമായിട്ട് നല്ല വൃത്തിയായിട്ട് പഠിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ക്ലിയർ ചെയ്യും. ഓക്കെ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ റിലേറ്റഡ് ടു വീഡിയോസ് നിങ്ങൾ കമന്റ് ചെയ്യുക, കമന്റ് ചെയ്ത് പറയുക. ഓക്കെ, താങ്ക് യു.